ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു 6 അടയാളങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എല്ലാം തകർന്നു പോയതുപോലെ തോന്നാം. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലെന്ന് തോന്നാം. ചില വാതിലുകൾ അടയുന്നു, ചില ആളുകൾ നമ്മളെ വിട്ടു പോകുന്നു, നാം സ്നേഹിച്ചിരുന്ന കാര്യങ്ങൾ നഷ്ടമാകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകാം: ദൈവമേ, അങ്ങ് എവിടെയാണ്? എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം പലപ്പോഴും തൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടങ്ങളിലൂടെയാണ്. റോമർ 8:28 നമ്മോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയാണെന്ന് നമുക്ക് പറയാനാവില്ല. എന്നാൽ ദൈവം നമ്മുടെ പ്രയാസങ്ങൾ പോലും തൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നവനാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ അത്തരം ചില സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിലൊന്നാമത്തേത്, കാര്യങ്ങൾ തകർന്നു വീഴുന്നത് പോലെ നമുക്ക് തോന്നാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പഴയ സംവിധാനങ്ങൾ തകരാം. ഒരു ജോലി നഷ്ടപ്പെടാം, ഒരു ബന്ധം അവസാനിപ്പിക്കാം, നാം ആശ്രയിച്ചിരുന്ന കാര്യങ്ങൾ മാറിപ്പോകാം. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? യോസേഫിൻ്റെ ജീവിതം ഓർക്കുക. സഹോദരന്മാർ അവനെ വിറ്റു, അവൻ കുഴിയിലായി, പിന്നീട് തടവറയിലുമായി. എന്നാൽ ഓരോ ഘട്ടത്തിലും ദൈവം അവനെ രാജധാനിയിലേക്ക് ഒരുക്കുന്ന യാത്രയുടെ ഭാഗമായിരുന്നു. അതിനാൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നത് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ തെളിവായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് പുതിയ അധ്യായത്തിലേക്കുള്ള ഒരുക്കവുമായിരിക്കാം. രണ്ടാമതായി പറയുന്നത്, ഉള്ളിലൊരു അസ്വസ്ഥത അനുഭവപ്പെടാം. മുൻപ് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ തീരെ സന്തോഷം നൽകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലൊരു പുതിയ ആഗ്രഹം ഉയരുന്നു. കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ അർത്ഥമുള്ള ജീവിതം നയിക്കണം. ഇത്തരം അസ്വസ്ഥത എല്ലായ്പ്പോഴും തെറ്റായ ഒന്നല്ല. ദൈവം നമ്മുടെ ഹൃദയത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അതേസമയം ഈ വികാരങ്ങൾ ദീർഘകാല മാനസിക വിഷമമോ വിഷാദമോ ആയി മാറുകയാണെങ്കിൽ വിശ്വസ്തരായ ആത്മീയ നേതാക്കളുടെയോ ആരോഗ്യ വിദഗ്ധരുടെയോ സഹായം തേടുന്നത് ജ്ഞാനമാണ്. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരേ സന്ദേശം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. ഒരു ദിവസം ബൈബിൾ തുറന്ന് വചനങ്ങൾ വായിക്കുവാനായി ആരംഭിക്കുമ്പോൾ ഒരു വചനം മനസ്സിൽ തട്ടുന്നു. സഭയിൽ പോകുമ്പോൾ അതേ ആശയം പ്രസംഗത്തിൽ കേൾക്കുന്നു. ഒരു സുഹൃത്ത് അയച്ചു തന്ന സന്ദേശത്തിലും അതേ പ്രോത്സാഹനം. ഇത്തരം അനുഭവങ്ങൾ ചിലപ്പോൾ ദൈവവചനം കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാകാം. എന്നാൽ ഓരോ ആവർത്തനവും ദൈവത്തിൻ്റെ പ്രത്യേക വെളിച്ചത്തിലൂടെയാണ് എന്ന് ഉടൻ നിഗമനം ചെയ്യാതെ അത് ബൈബിളിൻ്റെ ഉദ്ദേശങ്ങളോടും യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും പ്രാർത്ഥനയിൽ വിവേകം തേടുകയും ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ആവശ്യമായ ഒരു മേഖല കാണിച്ചു തരുന്നു ഇത് സഹായിക്കാം. അതേസമയം ഇത് വെറും മാനസികമായ ആവർത്തനമോ ചിന്തയുടെ സ്വാധീനമോ ആകണമെന്ന് നാം തിരിച്ചറിയണം. അതിനാൽ സമതുലിതമായ സമീപനം ആവശ്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമ്മോട് സംസാരിക്കുന്നത് പല വഴികളിലൂടെയാകാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക, ജ്ഞാനം തേടുക എന്നൊക്കെയുള്ളതാണ്. ഇന്ന് നമുക്ക് ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കാം. കേൾക്കുന്ന ഓരോ വചനവും ശ്രദ്ധയോടെ പരിശോധിക്കാം. ദൈവത്തിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കാം, വിവേകത്തോടെ മുന്നോട്ട് പോകാം. നാലാമതായി, ദൈവം മൗനമായി ഇരിക്കുന്നത് പോലെ തോന്നാം. നാം പ്രാർത്ഥിക്കുന്നു, കരയുന്നു, കാത്തിരിക്കുന്നു, എന്നാൽ മറുപടി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മൗനം ദൈവത്തിൻ്റെ അഭാവമല്ല. ഒരു അധ്യാപകൻ പരീക്ഷ നടക്കുമ്പോൾ അധികം സംസാരിക്കാറില്ല. അതുപോലെ ചില സമയങ്ങളിൽ ദൈവം നമ്മെ വിശ്വാസത്തിൽ വളരാൻ അനുവദിക്കുന്നു. അബ്രഹാം കാത്തിരുന്നു, ദാവീദ് കാത്തിരുന്നു, യോസേഫ് കാത്തിരുന്നു. കാത്തിരിപ്പ് വെറുതെ ആയിരിക്കില്ല. ദൈവത്തിൻ്റെ സമയം ഒരിക്കലും തെറ്റാറില്ല. അതുകൊണ്ട് കാത്തിരിക്കുക.
അഞ്ചാമതായി, ചില വാതിലുകൾ അടയുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടമാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാതിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാം. ചില പ്രൊമോഷനുകൾ തടയപ്പെടാം. അപ്പോൾ നിരാശ വരാം. പക്ഷേ ചിലപ്പോൾ ദൈവം തുറക്കാൻ പോകുന്ന വാതിലിനു വേണ്ടി പഴയ വാതിലുകൾ അടയാം. വെളിപ്പാട് 3:7 പറയുന്നു, അവൻ തുറക്കുന്നത് ആരും അടയ്ക്കുകയില്ല, അവൻ അടയ്ക്കുന്നത് ആരും തുറക്കുകയുമില്ല. അതിനാൽ അടഞ്ഞ വാതിലുകളെ മാത്രം നോക്കാതെ ദൈവം തുറക്കുന്ന വഴിക്കായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ആറാമതായി, സാഹചര്യങ്ങൾ മാറിയിട്ടില്ലെങ്കിലും സമാധാനം ലഭിക്കുന്നു. ഇതാണ് ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്ന്. പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്, ഉത്തരങ്ങളെല്ലാം ലഭിച്ചിട്ടില്ല, എന്നാൽ ഉള്ളിലൊരു സമാധാനം, കാരണമറിയാത്ത പ്രത്യാശ. ഇത് ഫിലിപ്പിയർ 4:7 ഇപ്രകാരം പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും ചിന്തകളിലും കാത്തുകൊള്ളുവിൻ. സാഹചര്യങ്ങളെക്കാൾ വലിയ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഈ സമാധാനം അനുഭവിക്കാൻ കഴിയും. പ്രിയരെ, ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു കൃത്യമായ നിയമമോ ഉറപ്പോ അല്ല. എല്ലാ പ്രയാസത്തിനും പിന്നിൽ ഉടൻ വലിയ അനുഗ്രഹമുണ്ടാകും എന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടോ? വാതിലുകൾ അടയുകയാണോ? പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ധൈര്യം കൈവിടരുത്. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണാത്തിടത്തും അവിടുന്ന് വഴിയൊരുക്കുകയാണ്. അതിനാൽ ഇന്ന് വിശ്വസിക്കൂ, ഇന്ന് പ്രാർത്ഥിക്കൂ, ഇന്ന് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കൂ. കാരണം ശരിയായ സമയത്ത് ദൈവം ചെയ്യുന്ന പ്രവർത്തനം ആരെയും തടയാൻ കഴിയില്ല. നമുക്ക് നിരാശയിലല്ല, പ്രത്യാശയിൽ ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.